എന്റെ പേര് സൗദ, മണ്ണാർക്കാടാണ്. ഞാൻ ഈ മൈ ലൈഫിൽ എന്ന കമ്പനിയിലേക്ക് എത്തിയത് എന്റെ മോന്റെ കാലില് ശക്തമായിട്ട് പഴുത്ത് കീറി നല്ല സ്മെല്ലോട് കൂടെ വളരെയേറെ പഴുത്തൊലിച്ചിരുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ ഇവിടെ എത്തിയത്. അതായത് ഞാൻ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ഒരുവിധമുള്ള എല്ലാ സ്കിൻ ഡോക്ടേഴ്സിനെയും കണ്ടിട്ട് രോഗം മാറാതെ ഞാൻ മോനെ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഷൗക്കത്ത് അലി സാറിനെ കാണുന്നത്. അപ്പോ ഈ ഷൗക്കത്ത് അലി സാർ എന്നോട് പറഞ്ഞത് മാറും, എന്റെ മോൾക്ക് ഇതുണ്ടായതാണ്, അപ്പൊ ഒന്ന് ശ്രമിക്കാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി. എനിക്ക് അപ്പൊ തന്നെ ഐ ഡി ഇട്ട് തന്നു. ഷോപ്പിൽ പോയി പറഞ്ഞ എല്ലാ പ്രോഡക്റ്റുകളും ഞാൻ വാങ്ങിച്ചു. അതിനുവേണ്ടി ഞാൻ അവന് എന്താ പറയാ ന്യൂട്രൽ ലൈഫ്, അതുപോലെ ആയു ഹീല്, ആന്റി അലർജി, ബ്ലഡ് പ്യൂരിഫയർ, ഇതെല്ലാം ഞാൻ അവന് തേച്ച് കൊടുത്തിരുന്നു. അതിന്റെ കൂടെ പെട്രോളിയം ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് തേച്ചിരുന്നത്. 4 ദിവസം കൊണ്ട് തന്നെ അവന്റെ മുറിവ് ഒരുവിധം, അതായത് പൊട്ടി ഒലിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി. ഇപ്പോ കുറച്ച് കാലങ്ങളായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. വളരെയേറെ, അതായത് നമ്മളെ കാല് പോലെ തന്നെ നന്നായിട്ട് അവന്റെ കാല് നിലത്ത് ഊന്നി നടക്കാനുള്ള ഒരു നിലയിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോ നമ്മളെ ഗേറ്റ് ലീഡേഴ്സ് 2-3 പേര് ഇവിടെ എന്റെ വീട്ടിൽ വന്നിരുന്നു. അവന് നേരി കണ്ടു. നന്നായിട്ട് തന്നെ സുഖപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ചെവി വേദന കാരണം, ചെവി വേദന മാത്രമല്ല, ചെവിയിൽ നിന്ന് നന്നായി, എന്റെ വലത്തെ ചെവിയിൽ നിന്ന് നന്നായി പഴുപ്പ് വന്നിരുന്നു. അങ്ങനെ ഞാൻ ചെവിയുടെ ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിരുന്നു. 2 പ്രാവശ്യം ക്ലീൻ ചെയ്തു. അതിനുശേഷം മാറും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് മാറാത്തത് കൊണ്ട് 3-4 മാസത്തോളം ഞാൻ ENT സ്പെഷ്യലിസ്റ്റിനെ മാറി ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അവര് ലാസ്റ്റ് ഓപ്പറേഷൻ വേണമെന്ന് തന്നെ പറഞ്ഞു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പൂർണ്ണമായിട്ട് സുഖപ്പെടും എന്നാ ഓപ്പറേഷൻ ചെയ്യാന്നുള്ള ഒരു കണ്ടീഷനിൽ ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു 50-50 പറ്റത്തുള്ളൂ, അത് തന്നെ ചിലപ്പോ കേൾവിക്ക് കുറവ് സംഭവിക്കാം എന്നൊരു മറുപടി കൂടെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായിരുന്നു പോകുന്ന വഴി അങ്ങനെ പോട്ടെ, അതുവരെ കേൾക്കെങ്കിലും ചെയ്യാലോ എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നപ്പോഴാണ് എനിക്കൊരു ഇതും ഷൗക്കത്ത് അലി സാറിനോടൊന്ന് സംസാരിച്ചാൽ ചിലപ്പോ ക്ലിയർ ആവും എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചപ്പോ എന്താ അത് മാറുമല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് 2 പ്രോഡക്റ്റ് മാത്രമേ അവര് തന്നുള്ളൂ. ഒന്ന് പ്രോനാസികയും 2 ചാമ്പി തൈലം. ഈ പ്രോനാസിക മൂക്കിലൊഴിക്കാനും പറഞ്ഞു. ചാമ്പി തൈലം 2 ഡ്രോപ്സ് ആയിട്ട് ചെവിയിലും അതുപോലെ തന്നെ നെറുകയിലും ഇടാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷെ അതുകൊണ്ട് ചെവിയുടെ വേദന മാത്രമല്ല, ഞാൻ 23 വർഷത്തോളമായിട്ട് അനുഭവിച്ചിരുന്ന മൈഗ്രെയിന്റെ തലവേദനയും അതുപോലെ തന്നെ തുമ്മല്. ഒരു ദിവസം രാവിലെ എണീറ്റിരുന്നു കഴിഞ്ഞാല്, ഞാനൊരു ടീച്ചറാണ്, ക്ലാസ്സിൽ പോകുന്നതിന്റെ മുന്നേ 1000 പ്രാവശ്യമെങ്കിലും തുമ്മിയാലേ എനിക്ക് ക്ലാസ്സിനകത്തോട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ തുമ്മല് മാറിയിട്ട് വേണം വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. അതുകൊണ്ട് സമയത്തിന് എത്തുക എന്നുള്ളത് വളരെയേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ എന്റെ തുമ്മല് ആ ഒരു ചാമ്പി തൈലത്തിന്റെയും പ്രോനാസികയുടെ ഉപയോഗം കാരണം ഇതുവരെ പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം, അതായത് 1.25 വർഷത്തോളമായി, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു തുമ്മല് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനേക്കാളും വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള, എന്റെ ഉമ്മ 90 വയസ്സിന് അടുത്തെത്തിയ പ്രായം. പക്ഷെ ബ്രെയിന് ചുരുങ്ങി വരികയാണെന്നുള്ള അസുഖമാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞ് പെട്ടെന്നുള്ള ഓരോ ബോധക്കേടും അതും ഇതൊക്കെ കാരണം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. പെട്ടെന്ന് തന്നെ സോഡിയം കുറഞ്ഞു എന്ന് പറയും. എന്തൊക്കെയോ മരുന്ന് അവർ കുത്തിവെച്ചു, അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ പെട്ടെന്ന് സോഡിയം കുറഞ്ഞു എന്ന് പറഞ്ഞു. സോഡിയം കുറഞ്ഞവര് സോഡിയത്തിനുള്ള മരുന്നും കൂടെ കൊടുത്തപ്പോ പൂർണ്ണമായിട്ടും ഒരു ബോധമില്ലാത്ത അവസ്ഥയിലോട്ട് മാറി. രോഗം മൂർച്ഛിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇംഗ്ലീഷ് മരുന്ന് ഒരു വിധത്തിലും ശരീരത്തിൽ ഏൽക്കാത്തൊരു അവസ്ഥയിലായി. പിന്നെ
നന്നായിട്ട് നിങ്ങൾ ഉമ്മാനെ കൊണ്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഉമ്മ ഒതുങ്ങി കിടക്കാൻ വേണ്ടി 1 രൂപയുടെ ഒരു ക്യാപ്സൂൾ തന്നിരുന്നു. ഈ ക്യാപ്സൂൾ കൊടുത്തത് കാരണം എന്റെ ഉമ്മ വീണു വീണു എന്നല്ല, ശരീരം ആകെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. രാത്രിയാണ് വീണത്. ഈ ഗുളിക കൊടുത്ത് 3.5 മണിക്കൂറിന് ശേഷമാണ് വീണത്. വീണതിന് ശേഷം രക്തം കുളിച്ച് കിടക്കുമ്പോ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ മുറിവാണെങ്കിൽ ഷുഗർ ഉണ്ട്, മുറിവ് നിന്നാണ് രക്തം പൊട്ടി ഒലിക്കുന്നത്. പക്ഷെ എവിടെയാണ് ഇത് വരുന്നതെന്ന് അറിയില്ല, അത്രയും രക്തത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ പിന്നെ നേരം വെളുത്തപ്പോ ഞാൻ ഇതുപോലെ ഞാൻ ഷൗക്കത്ത് അലി സാറിനെ വിളിച്ച് ചോദിച്ചു, എന്താ സാറ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ഇനി എന്താ ചെയ്യുന്നത്? അപ്പൊ തന്നെ പറഞ്ഞു, ഇന്ന സാധനങ്ങള് കടയിൽ പോയി വാങ്ങിച്ച് പെട്ടെന്ന് കൊണ്ടുവന്ന് തേച്ചു കൊടുക്കാൻ പറഞ്ഞു. അതായത് ഈ അധ്യയന വർഷം സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന ആ ദിവസമാണ് ജൂൺ 2-ാം തീയതി, ജൂൺ 3-ാം തീയതി. അപ്പൊ എന്തായാലും ആ ദിവസം ഞാൻ പെട്ടെന്ന് തന്നെ പോയി. ആ വോണ്ടിയിൽ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം വോണ്ടിയിൽ ഞാൻ ആ മുറിവില് പൊത്തി കൊടുത്തു. പിന്നെ രക്തമൊക്കെ തുടച്ചപ്പോ എവിടെയാണ് എന്താണെന്ന് മനസ്സിലായത്. ചെവിന്നാണ്, മൂക്കിന്ന, വായിന്നൊന്നും മനസ്സിലാകാതെ ബോധവും ഇല്ല. ഈ ഒരു ഗുളിക കഴിച്ചത് കൊണ്ട് തീരെ ബോധമില്ല, എവിടെ വേദനിക്കുന്നതെന്ന് പറയുന്നില്ല, എണീക്കുന്നില്ല. 4 പേരെ സഹായം ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊന്നും എണീപ്പിച്ചിരുത്താൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. എന്തായാലും ഞാൻ അവിടെ ചെന്ന് ഷൗക്കത്ത് അലി സാർ എനിക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ പറഞ്ഞു തന്നു. ഞാൻ അതവിടെ പോയി വാങ്ങിച്ചു. ആ കൂട്ടത്തില് സോഡിയം കുറയുന്നതിന് എന്നുള്ള നിലയിൽ ന്യൂട്രലൈഫ് പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഫൈറ്റസ്, ലിവഗൈന്, പ്രോട്ടീൻ പൗഡർ, പീലിംഗ് കഫ് സിറപ്പ്, അതുപോലെ വൂണ്ടയില് ഇത്രയും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് പോരാതെ എന്റെ കയ്യിൽ ചാമ്പി തൈലും നോവേദന ജെല്ലും നോവേദന ക്യാപ്സൂളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ സമയങ്ങളിൽ ഞാൻ അടുത്ത് നിന്ന് തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. 5 ദിവസം കൊണ്ട് ഉമ്മ പൂർണ്ണമായിട്ടും ഉമ്മയുടെ ബോധ അവസ്ഥയിലേക്ക് തന്നെ മാറി. കാരണം തീരെ ബോധമില്ലാതെ ഞങ്ങളെ മക്കളെ പോലും അറിയാത്തൊരു സ്റ്റേജിലാണ് ഉമ്മ നിന്നിരുന്നത്. അത് ഓർക്കുമ്പോ ഇപ്പൊ തന്നെ ഭയങ്കര ഒരു വിഷമമുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളെ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷം ഇതുവരെ അങ്ങനെ ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലോട്ട് ഉമ്മ പോയിട്ടില്ല. ഇപ്പോഴും ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. 2ാമത്തെ പ്രാവശ്യം വീണ്ടും ഒന്നും കൂടെ വീണു. പക്ഷെ അതും തന്നെ കാര്യമായിട്ടൊന്നും ഏറ്റില്ല. കൈയിന്റെ ഒരു തണ്ടയ്ക്ക് ചെറിയൊരു മുറിവ് മാത്രമേ വന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ എന്തായാലും ഷൗക്കത്ത് അലി സാറിനെ കണ്ടത് എനിക്ക് ഏറ്റവും വലിയൊരു ഗുണകരമായി ഭവിച്ച 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാം എന്റെ വീട്ടിലുണ്ടായതാണ്. പിന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിക്ക് പീരിയഡ്സ് സംബന്ധമായിട്ട് ചെറിയ ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഷയങ്ങൾക്ക് ഞാന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തല കീഴായി കിടക്കുകയാണ്, ഛർദില് നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് എന്നെ പിന്നെ കണ്ടത്. അത് മാത്രമല്ല, എന്റെ ഉമ്മയുടെ ഈ ഒരു അവസ്ഥ കണ്ടതിൽ നിന്ന് ഇത്രയും വലിയ ഒരു റിസൾട്ട് ഈ ഒരു പ്രോഡക്റ്റിനുണ്ടോ എന്ന് പറഞ്ഞ് ആദ്യം എന്നെ കളിയാക്കിയിരുന്ന ആളുകള് എന്നോട് പറഞ്ഞു, എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എന്ത് ചെയ്യുന്ന വെച്ചപ്പോ ഞാൻ പറഞ്ഞു, ഒരു 2-3 പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മാറാണ്ടാവുന്നേ ഉള്ളൂ, ഒരു 3 മാസം കണ്ടിന്യൂ ആയി കഴിച്ചാൽ മതി, മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് വുമൻ കമ്പാനിയനും സൈക്ലോവയും അതുപോലെ തന്നെ കവചപ്രാശം നടുവേദന നന്നായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് കൊടുത്തു. ഇപ്പൊ 3 മാസത്തോളമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് പോലും അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വീടിന്റെ അടുത്ത് തന്നെ വേറൊരു മോൾക്ക് ചുമക്ക് വേണ്ടിയിട്ട്, ചുമ 5-6 മാസമായിട്ട് തുടർച്ചയായി അലർജിയും ചുമയൊക്കെ ആയിരുന്നു. അത് കൊടുത്ത് അതിന് കഫ്നില്ല, ആന്റി അലർജി, കവചപ്രാശം ഇത്രയും കൊടുത്തോളൂ. ആ കൊടുത്ത സമയത്ത് തന്നെ ഫസ്റ്റ് കൊടുത്തപ്പോ പറഞ്ഞു, എന്താ നിന്റെ മരുന്ന് കഴിച്ചിട്ട് ഒരുപാട് ചുമ അധികമായല്ലോ, ചുമ അധികമാകാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് പൈസ കളയിപ്പിച്ചതെന്നൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷെ ഇപ്പോഴവര് ഐഡി ഇട്ട് തന്നെ അവരുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് കുറഞ്ഞിട്ട് അവര് തന്നെ ഐഡി ഇട്ട് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ കോഴിക്കോട് എന്റെ ഒരു സിസ്റ്ററിന് തന്നെ പല്ലുവേദനയും മോണപഴുപ്പും ഒക്കെ ആയിട്ട് ഞാൻ ഇതാക്കിയപ്പോ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, റിട്ടയർ ടീച്ചറാണ്, പക്ഷെ അവള് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലൊക്കെ ഒക്കെ കൊണ്ടുപോയി. പക്ഷെ മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ റെഡ് പേസ്റ്റ് മാത്രം ഇവിടെ വന്നപ്പോ ഞാനൊന്ന് എടുത്തു കൊടുത്തത് ഉപയോഗിച്ച് നോക്ക്, അതിനുശേഷം പല്ല് പറിച്ചാൽ മതി, അല്ലാതെ പല്ല് പറിക്കണ്ട,
എന്നൊക്കെ പറഞ്ഞു. ഇത്രയും പ്രായമായില്ലേ, പല്ല് പറിച്ച വല്ല ബുദ്ധിമുട്ടും വന്നാലോ എന്ന് വിചാരിച്ച്. പക്ഷെ അവൾ ആ റെഡ് പേസ്റ്റ് യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതുവരെ അങ്ങനെ പല്ലുവേദനയോ മറ്റോ ഉണ്ടായിട്ടില്ല. പിന്നെ വന്നിട്ട് ഒരു കുറച്ചധികം പ്രോഡക്റ്റുകൾ, അതായത് അവൾക്ക് ശ്വാസം മുട്ട്, വായിൽ നിറയെ പിന്നെ പുണ്ണ് വന്ന് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ ഗ്യാസ് ട്രബിളിന്റെ പ്രോബ്ലം, ചുമ, അലർജി, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പ്രോഡക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് തന്നെ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് എടുത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 4 ദിവസം കൊണ്ട് എന്റെ കൈ കൊണ്ട് ഇതിനെടുത്ത് കുറച്ചൊക്കെ സുഖമായി. അതുകൊണ്ട് ബാക്കി പ്രോഡക്റ്റ് ഇനി ഞാൻ അവിടെ ചെന്നതിന് ശേഷം അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ എന്റെ മോൾക്ക് ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് ചോറ് തിന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ ഛർദിയായിരുന്നു. പിന്നെ ഛർദി എന്ന് പറഞ്ഞാൽ 10-17 പ്രാവശ്യമെങ്കിലും ഛർദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഷൗക്കത്ത് അലി സാറിനെ വിളിച്ച് ചോദിച്ചിരുന്നു, എന്താ ചെയ്യാ ഇങ്ങനെ ഛർദി? അപ്പൊ മനസ്സിൽ കുറിച്ച് വെച്ച് അതെടുത്ത് കവചപ്രാശം എടുത്ത് ചൂടുവെള്ളത്തിൽ വന്നിട്ട് കലക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2 പ്രാവശ്യം കൊടുത്തപ്പോഴേക്കും ഇത്രയും നന്നായി ഛർദിച്ചിരുന്ന ആ ഛർദിയിൽ അവിടെ നിന്ന് പോയി. ഇങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ സാർ എനിക്ക് പറയാനുണ്ട്. എന്റെ ശേഷം ആളുകൾ വരാനുള്ളതുകൊണ്ട് പിന്നെ എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും, പ്രത്യേകിച്ച് രാജേഷ് സാറ്, ഷൗക്കത്ത് അലി സാറ്, ശങ്കരൻ നാരായണൻ സാറ്, എല്ലാവർക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.